ഈ വർഷം ഏകദേശം 40ഓളം പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് കൂടുതലും മലയാളം പുസ്തകങ്ങൾ തന്നെയായിരുന്നു. ഞാൻ ത്രില്ലറുകൾ കൂടുതലായിട്ട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ വായനയ്ക്കായിട്ട് കൂടുതലും ത്രില്ലറുകൾ തന്നെയാണ് തിരഞ്ഞെടുക്കാറ്. എന്നാൽ ഈ വർഷം പല ജോണറുകളിലുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കണം എന്നൊരു ആഗ്രഹം തുടക്കത്തിലേ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ ഈ വർഷം റൊമാൻസ്, സയൻസ് ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, അതുപോലെ ഷോർട്ട് സ്റ്റോറീസ്, അങ്ങനെ പല ജോണറിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ 2025 ശരിക്കും ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ എന്നെ തൃപ്തിപ്പെടുത്തിയ വർഷം തന്നെയാണ്. അപ്പോൾ ഞാൻ വായിച്ച പുസ്തകങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഒരു 40ഓളം പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെന്തി ആവുമോ എന്നുള്ളതുകൊണ്ട് പാർട്ടുകളായിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ്. അതിൽ ആദ്യത്തെ പാർട്ടാണിത്. ഇന്ന് നോൺ ഫിക്ഷൻ, 3 നോൺ ഫിക്ഷൻ പുസ്തകങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ നോൺ ഫിക്ഷൻ പുസ്തകങ്ങളും കുറച്ച് ഫിക്ഷൻ പുസ്തകങ്ങളും മൊത്തത്തിൽ ഒരു 12 ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ പുസ്തകം ഗായത്രി അരുൺ എഴുതിയ യാത്രയ്ക്കപ്പുറമാണ്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈകാരികമായിട്ട് പോയ സ്ഥലങ്ങൾ എങ്ങനെയാണ് എഴുത്തുകാരിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതെന്ന് പറയുന്ന പുസ്തകമായതുകൊണ്ട് തന്നെയാണ് മറ്റ് യാത്രാക്കുറിപ്പുകളിൽ നിന്നും ഈ പുസ്തകം ശരിക്കും വ്യത്യസ്തമാകുന്നത്. ഒരു പേഴ്സണൽ ടച്ച് കൊടുത്ത് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടമായത്. അടുത്ത നോൺ ഫിക്ഷൻ പുസ്തകം ബിപിൻ ചന്ദ്രൻ എഴുതിയ മമ്മൂട്ടി കമ്പനിയാണ്. ഞാൻ വായിക്കുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകമാണ്. ശരിക്കും ഒരു നർമ്മബോധത്തോടെ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. മുമ്പ് ലിജീഷ് കുമാറിന്റെ കഞ്ചാവ് വായിച്ച സമയത്ത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര രസകരമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഇതും. ലിജീഷ് കുമാറിന്റെ വർത്തമാന പുസ്തകം. പല ദേശങ്ങളിലുള്ള ചില വ്യക്തികളുമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങളാണ്, അല്ലെങ്കിൽ വർത്തമാനം പറച്ചിലാണ് പുസ്തകത്തിൽ വരുന്നത്. കുറച്ച് ചിരി, കുറച്ച് ചിന്ത, കുറച്ച് അറിവുകൾ ഒക്കെ നിറഞ്ഞൊരു പുസ്തകമാണ്. ഇതും നോൺ ഫിക്ഷൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളവർക്ക് ശരിക്കും ഇഷ്ടമാവാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ്. ഇൻസ്റ്റഗ്രാം റീലുകളുടെ ഹൈപ്പ് കൊണ്ട് മാത്രം തിരഞ്ഞെടുക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു പുസ്തകമാണ് ഈ സന്തോഷ് കുമാർ എഴുതിയ തപോമയുടെ അച്ഛൻ. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വായനാനുഭവം തന്ന പുസ്തകമാണ്. അഭയാർത്ഥികളും അവരുടെ പ്രശ്നങ്ങളും അതുപോലെ നിഗൂഢ ലിപികളും ഒക്കെ നിറയുന്ന പുസ്തകം. ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അതേപോലെ ഉടനീളം നല്ല രസകരമായിട്ടുള്ള ഒരു വായനാനുഭവം സമ്മാനിക്കുന്ന പുസ്തകമാണ്. ഇൻസ്റ്റഗ്രാം റീലുകളുടെ ഹൈപ്പ് കൊണ്ട് തിരഞ്ഞെടുത്ത മറ്റൊരു പുസ്തകമാണ് എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു. ശരിക്കും വായിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ലാഗ് പോലെയും അടുപ്പിക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്ത ഒരു പുസ്തകമാണ്. വളരെ പതിഞ്ഞ താളത്തിലാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. വിഷാദവും വിഭ്രാന്തിയും പ്രണയവും ജീവിതവും മരണവും ഒക്കെ നിറയുന്ന പുസ്തകമാണ്. കുറച്ച് വായിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രതീക്ഷകൾക്കപ്പുറം എന്നെ പിടിച്ചിരുത്തിയ, തൃപ്തിപ്പെടുത്തുന്ന ഒരു വായനാനുഭവം തന്ന പുസ്തകമാണ്. റീലുകളിലെ ഹൈപ്പ് കൊണ്ട് തിരഞ്ഞെടുത്ത 3ാമത്തെ പുസ്തകമാണ് അജയ് പി മങ്ങാടിന്റെ സൂസനയുടെ ഗ്രന്ഥപുര. ശരിക്കും വളരെയധികം പ്രതീക്ഷകളോടെ എടുത്തൊരു പുസ്തകമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ക്ലാസിക്കുകളായിട്ടുള്ള പല കഥകളും കഥാപാത്രങ്ങളും ഒക്കെ വന്നു പോകുന്ന പുസ്തകമാണ്. അതിനെല്ലാം ചേർത്ത് നെയ്തിരിക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെത്. പക്ഷേ എനിക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. ഈ പുസ്തകം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. തികച്ചും അപ്രതീക്ഷിതമായി എൻ്റെ കയ്യിൽ കിട്ടിയ പുസ്തകമാണ് ജാഷറിന്റെ വിലാപഭൂമി. പക്ഷേ ഈ വർഷം ഞാൻ വായിച്ചതിൽ ശരിക്കും വർത്ത് എന്നെനിക്ക് ഫീൽ ചെയ്തതും, അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടണം, കൂടുതൽ ആളുകൾ വായിക്കേണ്ടതാണ് എന്നെനിക്ക് ഫീൽ ചെയ്തൊരു പുസ്തകമാണ്. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളും അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളും അതുപോലെ യുദ്ധങ്ങളും അങ്ങനെയുള്ള സ്പർദ്ധകളും ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള സ്പർദ്ധകളും ഒക്കെ കുട്ടികളുടെ മനസ്സിനെ എത്രത്തോളം മോശമായിട്ടാണ് ബാധിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. ശരിക്കും മസ്റ്റ് റീഡ് ആണ്. അടുത്ത പുസ്തകം അഖിൽ പി ധർമ്മജന്റെ മെർക്കുറി ഐലൻഡ് ആണ്. ഇതൊരു അഡ്വഞ്ചർ ഫാന്റസി ആ മേഖലയിൽ വരുന്ന പുസ്തകമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അഖിൽ പി ധർമ്മജന്റെ എന്റെ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പുസ്തകമാണ്. അത്രയ്ക്ക് റിയൽ ആയിട്ട് ഒരു ഫാന്റസി വേൾഡിനെ ബിൽഡ് ചെയ്ത് അവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പുസ്തകമാണ്. അഡ്വഞ്ചർ ഫാന്റസി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് റീഡ് തന്നെയാണ്. അടുത്ത പുസ്തകം വി ജി ജെയിംസിന്റെ ചോരശാസ്ത്രമാണ്. ഇതും ഇൻസ്റ്റഗ്രാം റീലുകൾ കണ്ട് തന്നെ തിരഞ്ഞെടുത്തൊരു പുസ്തകമാണ്. ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ എനിക്ക് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പ്ലോട്ട് ട്വിസ്റ്റുകളൊക്കെ വളരെ മനോഹരമായിരുന്നു. അതുപോലെ എൻഡിങ്ങും ശരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ആയിരുന്നു. വളരെ നല്ലൊരു പുസ്തകം തന്നെയാണ്. ഒത്തിരി പ്രതീക്ഷകളോടെ എടുത്തിട്ട് നിരാശപ്പെടേണ്ടി വന്നൊരു പുസ്തകമാണ് പത്മരാജന്റെ ഉദകപ്പോള. എനിക്കറിയാം ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആണ്, ഒരു ക്ലാസിക് ഒക്കെ ആണ് എന്നുള്ളത് അറിയാം. എങ്കിലും എനിക്ക് പേഴ്സണലി അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് എക്സ്പീരിയൻസ് തന്ന പുസ്തകമല്ല. അടുത്ത പുസ്തകം സൂരജ് എഴുതിയ വേടനാണ്. വലിയ പ്രതീക്ഷകൾ ഇല്ലാതിരുന്നിട്ടും ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് തന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ് വേടൻ. അടുത്ത പുസ്തകം സന്ദീപിന്റെ സ്വപ്നവ്യൂഹമാണ്. ഈ പുസ്തകവും വലിയ പ്രതീക്ഷകൾ ഇല്ലാതെ എടുത്തൊരു പുസ്തകമായിരുന്നു. പക്ഷെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ മനോഹരമായിട്ട് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഫാന്റസി വേൾഡിലോട്ട് വളരെ അനായാസമായി കൂട്ടിക്കൊണ്ടുപോയി തിരിച്ച് നമ്മളെ ഇറക്കി വിടുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. ഇതും ഫാന്റസി പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ 12 പുസ്തകങ്ങളിൽ നിന്ന് ഏതെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതിനെ കുറിച്ച് കമന്റ് ചെയ്യുക. ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കാൻ പ്ലാൻ ഉണ്ട്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പലതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാത്തത് വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.